പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയാണ് കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പ്രിയമുള്ളവരെ, എല്ലാ പ്രതീക്ഷയും കൈവിട്ടുപോയി. ഇനി പ്രാർത്ഥിച്ചിട്ടും വലിയ ഫലമൊന്നുമില്ല. ഒത്തിരി ദൂതും പ്രവചനങ്ങളും ഒക്കെ കേട്ടതാണ്. എന്നാൽ പ്രതീക്ഷകൾ അസ്തമിച്ചു. ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടോ? പരിശുദ്ധാത്മാവിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. പ്ലീസ് ഗോഡ്. വളരെ ഫെമിലിയറായിട്ടുള്ള ഒരു പാസേജാണ്, അല്ലെങ്കിൽ ഒരു വാക്യമാണ് നാം വായിച്ച് കേട്ടത്. അനേകം പ്രാവശ്യം കേട്ടു പരിചിതമുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ്. ലാസറിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട്, ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നാം വായിക്കുവാനിടയായിട്ടുള്ളത്. ഇവിടെ യേശു കർത്താവ് ശിഷ്യഗണങ്ങളോട് പറയുന്നൊരു പദമാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അവിടെ അസ്തമിച്ചു. പക്ഷേ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയല്ല. യേശു അടുത്ത പാസേജിൽ പറയുന്ന, അടുത്ത സെന്റൻസിൽ പറയും, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ 8-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്ന പദമുണ്ട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ, ബഥേനിയയിലെ ഭവനത്തിൽ ലാസർ ധീനമായി കിടക്കുന്നു എന്ന അറിവ് കിട്ടിയിട്ടും യേശു സ്നേഹിച്ച ആ ഭവനത്തിലേക്ക് യേശു എത്തിയിട്ടില്ല. യേശുവിൻ്റെ സാന്നിധ്യം അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ യഹൂദന്മാർ ഭാവിക്കുന്നു എന്ന് പറയുമ്പോൾ, നിന്നെ അന്വേഷിച്ചിട്ടും നിന്റെ പുറകെ നടന്നിട്ടും പ്രതീക്ഷ വെച്ചിട്ടും ദീനമായി കിടക്കുന്നെന്ന് അറിയിച്ചിട്ടും യേശു ഭവനത്തിലേക്ക് ചെല്ലുകയോ ആ ദീനം മരണത്തിലേക്ക് പോകുകയോ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നത്, ഇപ്പോഴേ യഹൂദന്മാർ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ. പ്രിയപ്പെട്ടവർ, ഈ സന്ദേശത്തിൽ ഞാൻ ഒരു പദം പറഞ്ഞ് മുൻപോട്ട് പോകാം. ഒരു പ്രതീക്ഷയുമില്ല, സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി മുൻപോട്ട് പോകാൻ ഒരു സാഹചര്യവുമില്ലാത്ത വേളയിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? സകല വഴികളും അടഞ്ഞു. ഇനി പ്രാർത്ഥിച്ചിട്ടും അത്ര തന്നെ ഫലമൊന്നുമില്ല എന്ന് നിൽക്കുന്നൊരു സാഹചര്യ സമ്മർദ്ദമാണോ ഇപ്പോൾ അനുഭവിക്കുന്നത്? ഒരു വലിയ പ്രതീക്ഷ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി കൈമാറുന്നു. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശബ്ദം കൈമാറുകയാണ്. സകല പ്രതീക്ഷയും അസ്തമിച്ചു. ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഇനി പ്രാർത്ഥിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞിടത്ത്, എങ്കിലും ഒരു നേരിയ പ്രതീക്ഷയ്ക്ക് വകവെക്കാൻ കാൽവറിയുടെ മലമുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ ക്രൂശിങ്കലേക്ക് നമുക്കൊന്ന് നോക്കാം. സകല പ്രതീക്ഷകളും ഇവിടെ അസ്തമിച്ചു എന്ന് എല്ലാവരും ചുറ്റും നിന്ന് പറയുമ്പോൾ, നീ സ്നേഹിച്ച യേശു എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ചിട്ട് ഫലം കാണുമെന്ന് പറഞ്ഞിട്ടും നിന്റെ ഭവനത്തിൽ ഒരു നോക്കുവാൻ പോലും, എത്തി നോക്കുവാൻ പോലും, കാണുവാൻ പോലും, ലാസറിന്റെ മരണത്തിൽ അവസാന നിമിഷം ഒന്ന് കാണുവാൻ പോലും യേശു വന്നില്ലല്ലോ എന്ന് പലരും പറയുമ്പോൾ, യേശു ആ ഭവനത്തിൽ വന്ന് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആശംസ പറഞ്ഞ്, അനുശോചനം പറഞ്ഞ് പോകുന്ന പതിവല്ല എൻ്റെ യേശുവിൻ്റെ പതിവ്. മറിച്ച് യേശു ഒരു ഭവനത്തിനകത്തേക്ക് വരുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ആ ഭവനത്തിൻ്റെ മുഖഛായ മാറ്റാൻ, ആ ഭവനത്തിൻ്റെ അവസ്ഥകളെ മാറ്റി ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്താനായി യേശു വരുന്നത്. അതാണ് ശിഷ്യന്മാരോട് യേശു പറയുന്ന പദം അവിടെ ശ്രദ്ധിക്കേണ്ടത്.
നമ്മുടെ സ്നേഹിതൻ നിദ്ര കൊള്ളുകയാ. എന്നാൽ ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സകല പ്രതീക്ഷയും അസ്തമിച്ച് എല്ലാ പ്രതീക്ഷയും കൈവിട്ട് ഇനിയും അതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ചില വിഷയങ്ങൾ നോക്കി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. എങ്കിലും ചില ദൈവപ്രവർത്തികൾ ആരംഭിക്കാൻ, എങ്കിലും ചില ദൈവപ്രവർത്തിയുടെ സാധ്യതകൾക്ക് തുടക്കം കുറിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ, ആരും ഏറ്റെടുക്കാത്ത വിഷയത്തെ എൻ്റെ സർവശക്തനായ ദൈവം ഏറ്റെടുക്കും. പ്രൈസ് ഗോഡ്. യേശുവ ഭവനത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലും ഭയങ്കര ഭയമാണ്. അവൻ കല്ലെറിയാൻ ഭാവിച്ചു നിൽക്കുന്നു യഹൂദന്മാർ. കാരണം രോഗമല്ല, രോഗത്തിനപ്പുറം മരണം സംഭവിച്ചു. ലാസറിനെ അടക്കം ചെയ്തു. യേശുവ ഭവനത്തിലേക്ക് വന്നു. ആ ഭവനത്തിൽ മാർത്ത യേശുവിനെ എതിരേറ്റു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ല എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം മറിയയുടെ അടുക്കിലേക്ക് മാർത്ത ചെന്ന് പറയുന്നു, ഗുരു നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് മാർത്തയോട് യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു. മാർത്തയോട് സംസാരിച്ചതിന് ശേഷം യേശുവിൻ്റെ മറുപടി, അവനെ എവിടെ വെച്ചിരിക്കുന്നു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ എഴുതി തള്ളിയ വിഷയത്തെ, നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ വിഷയത്തെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഏതു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? ആ വിഷയത്തെ എൻ്റെ തമ്പുരാന്റെ പക്കലേക്കൊന്ന് ഭരമേൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറിയോട് യേശുവിന്റെ ചോദ്യം, അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? മരിച്ചു എന്നുള്ളത് വാസ്തവമാണ്, അടക്കി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ യേശു കടന്നു വന്നിരിക്കുന്നത് കല്ലറ കണ്ടിട്ട് മടങ്ങിപ്പോകാനല്ല, മറിച്ച് ആ കല്ലറയിൽ നിന്ന് നിദ്ര കൊള്ളുന്ന ലാസറിനെ ഉണർത്തി ആ ഭവനത്തിനകത്ത് അത്താണിയായവനെ മടക്കി കൊടുക്കാനാണ്. പ്രൈസ് ഗോഡ്. ഏതാ വിഷയത്തിൽ നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര വലിയ കഠിന ശോധനയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ആ വിഷയത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. പ്രതീക്ഷ അറ്റുപോയി, പ്രതീക്ഷ കൈവിട്ടു. എങ്കിലും ഒരു പുതുജീവൻ നൽകാൻ, ഒരു പുതിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ യേശു അങ്ങയുടെ ഉള്ളിലേക്ക്, യേശു അങ്ങയുടെ ഭവനത്തിലേക്ക് കയറാൻ പോകുന്നു. കമ്പനിയിലാകട്ടെ, സ്കൂളിലാകട്ടെ, വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ശുശ്രൂഷ മേഖലകളിലാകട്ടെ, പ്രതീക്ഷകൾ സകലതും കൈവിട്ടുപോയി. എന്നെ ഇനി ആര് താങ്ങാനില്ല, എന്നെ ഇനി ആരും ആശ്വസിപ്പിക്കാനില്ല, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് വേവലാതിപ്പെട്ടിരിക്കുന്നോ? ആ വിഷയത്തെ കയ്യേൽക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരമുണ്ട്. ആ ദൈവം ഇന്ന് പറയും, ആ വിഷയം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ആ കല്ലറയിൽ ചെന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് ആ സഹോദരിമാർക്ക് യേശു മടക്കി കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ ആ വിഷയത്തെ, എഴുതിത്തള്ളിയ വിഷയത്തെ, ഇനി പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തെ മടക്കി തരാൻ സർവശക്തനായ ദൈവത്തിന് വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.